ഹായ് നമസ്കാരം. വിനീഷ് ടൂർണമെന്റ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പോലീസിന്റെ ഉന്നത മേധാവി RSSന്റെ രണ്ടാമന പോയി കണ്ടു എന്നുള്ള വാർത്തകളാണ് നമ്മളിപ്പം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ കഴിഞ്ഞ ദിവസം 24 ചാനലിനകത്ത് ഈ യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന BJPയുടെ ഗർജിക്കുന്ന പുലി സിംഹം എന്നൊക്കെയാണ് ഇപ്പൊ ഈ സംഘി ചാനലിനകത്തൊക്കെ പറയുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന തീപ്പൊരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കമന്റുകളൊക്കെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഞാനത് കണ്ടത്. അപ്പൊ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് നമ്മുടെ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ചാമക്കാലയാണ്, മറ്റൊന്ന് 24ന്റെ വേണു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഈ ഒരു വേദിയിൽ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ഈ യുവരാജ് ഗോകുൽ, ഈ ഉയർന്ന പോലീസ് മേധാവി എന്തിനാണ് ഒളിച്ചുപോയി ഈ RSSന്റെ വ്യക്തിയെ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്, എനിക്ക് മനസ്സില്ല, അല്ലെങ്കിൽ എനിക്ക് സൗകര്യമില്ല നിങ്ങളുടെ അടുത്ത് പറയാനെന്ന്. അതായത് ഒരു കേരളത്തിന്റെ പൊതുപ്രവർത്തകൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ഞാൻ വേറൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. കാരണം ഈ പറഞ്ഞ പോലീസ് മേധാവി ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടിട്ടുള്ള അവരുടെ ഏതെങ്കിലും ഉന്നതന്മാരായിട്ടുള്ള മതപണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഉയർന്ന സംഘടനയിൽ നിൽക്കുന്ന ആൾക്കാരെ ആണ് പോയി കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു എന്ന് കേരളത്തിന്റെ ഒരു അവസ്ഥ. കാരണം ഇപ്പോൾ ഒരൊറ്റ BJPക്കാരനോ ഒരൊറ്റ സംഘപരിവാറുകാരനോ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല മൗന സാഹചര്യത്തിലാണ്. അപ്പം ഇങ്ങനെ ഈ ചാനൽ ചർച്ചകളിൽ വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കുക, കുരു പൊട്ടുക, ഇതൊക്കെ സ്വാഭാവികമാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത്തരത്തിൽ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഈ പറയുന്ന യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന യുവാക്കളുടെ ഹരമായിട്ടുള്ള BJPയിലും അല്ലെങ്കിൽ RSSന്റെ ഒക്കെ തീപ്പൊരി ഡിബേറ്റർ ആയിട്ട് ഇവരെല്ലാം ഇപ്പൊ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കെന്തായാലും ഈ വേണുവും ചാമക്കാലയും എല്ലാം കൂടെ എടുത്തിട്ട് ഭിത്തിയിൽ ഒട്ടിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ, ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാൻ, കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. പ്രഭാരി EP ജയരാജനെ കണ്ടിട്ടുണ്ട്. RSSന്റെ സർക്കാര്യവാഹമായിട്ടുള്ള ദത്താത്രേയ ഹൊസബലെ അദ്ദേഹം ADGPയെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത്ജി ISROയുടെ ചെയർമാനായിട്ടുള്ള സോംനാഥ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇത്രയും കണ്ടിട്ടുണ്ട്. ഇത് എന്തിന് കണ്ടു എന്ന് വിശദീകരിക്കാൻ സൗകര്യപ്പെടില്ല. ജ്യോതി കേട്ടല്ലോ, തീർന്നില്ലേ പ്രശ്നം? സൗകര്യപ്പെടില്ല. കാരണം ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ നേതാക്കള്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണും, സംസാരിക്കും. ഇത് ഞങ്ങൾ എന്തിനാന്ന് TV ചാനലിൽ വന്നിരുന്നിട്ട് എന്തിനു കണ്ടു എന്ന് പറയാം? ഞങ്ങൾക്ക് എന്താണ് ബാധ്യത? ഞങ്ങൾ എന്തിനാന്ന് നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾ? നിങ്ങളുടെ നേതാക്കൾ പോയി ആൾക്കാർ ആരെയൊക്കെ കാണുന്നു? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന് പത്രത്തിലും TV-യിലൊക്കെ പരസ്യം കൊടുക്കുകയാണ്, എന്താണ് കണ്ടത്, എന്തിനാണ് കണ്ടത് എന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾക്ക് കാണാൻ സൗകര്യമുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പരസ്പരം. ചിലപ്പോൾ രാഷ്ട്രീയം സംസാരിക്കും, ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത്. അത് ഞങ്ങളുടെ താല്പര്യം. ഇതെന്തിനാ ഞങ്ങൾ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കുന്നത്? താങ്കൾ സർ പറഞ്ഞോളൂ. താങ്കള് എന്തോ ചീഫ് ജസ്റ്റിസിന്റെ ഇവിടെ ഗണപതി പൂജ, അവിടെ ഗണേശോത്സവം നടക്കുമ്പോൾ പ്രധാനമന്ത്രി പോയ താങ്കൾ വലിയ വിമർശനമായിട്ട് പറഞ്ഞു. 2009 ഇഫ്താർ പാർട്ടിക്ക് മൻമോഹൻ സിംഗിന്റെ വീട്ടില് അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ വന്നപ്പോ താങ്കൾക്ക് ഈ പ്രശ്നം ഇല്ലായിരുന്നു. ഇഫ്താർ പാർട്ടിക്കാണെങ്കിൽ ആവും, ഗണേശോത്സവത്തിന് പറ്റില്ല എന്നാണോ? നല്ല ന്യായീകരണമാണ്. ഇഫ്താർ പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ മുഖ്യമന്ത്രി നടത്തിയപ്പോൾ ലോകായുക്ത ഉൾപ്പെടെ വന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇഫ്താർ പാർട്ടി നടത്തുന്ന, പരസ്യമായി നടത്തുന്ന ഒരു ചടങ്ങിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ കാണാതിരിക്കാനേ പറ്റില്ലല്ലോ. ഈ പൊതുചടങ്ങിൽ വെച്ച് കാണുന്നതുമായി ബന്ധപ്പെട്ടാണോ, ഇവിടെ രഹസ്യമായി അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പിന്നെ എന്താ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടോ എന്തോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ പോയി? രഹസ്യമായിട്ടാണോ പോയത്? രഹസ്യമായിട്ട് പോയ ഫോട്ടോ ആണോ പത്രത്തിൽ? വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? എല്ലാവരും വിളിച്ചിരുന്നോ? അദ്ദേഹം ക്ഷണിച്ചിട്ടാണോ പോയത്? എത്ര ഒളി ക്യാമറയിലെ ഫോട്ടോ വല്ലതാണോ വന്നത്? ദത്താത്രേയ ഹൊസബലയെ കാണാൻ പോയത് ഒളി ക്യാമറ വെച്ചിട്ടാണോ എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, താങ്കളുടെ വീട്ടിൽ താങ്കളെ കാണുന്നതല്ല, പ്രധാനമന്ത്രി ഒളി ക്യാമറ വെച്ച് പോകുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെയാണ് എന്റെ ചോദ്യം, അവിടെ തന്നെയാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ സാറേ? കഴിഞ്ഞോ? അദ്ദേഹം ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം ആൾക്കാരെ കാണുന്നതൊക്കെ ഇനിയിപ്പോ ഫോട്ടോ എടുത്ത് ആൾക്കാർക്ക് എന്താ പേരെന്താ? വേണു, ഈയുടെ പേരെന്താ? യുവരാജ് ഗോകുൽ. പ്രധാനമന്ത്രി എന്തോ രഹസ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു. അതാണ് താങ്കൾ വേണൂരോട് ഉപയോഗിച്ച ഭാഷയുണ്ടല്ലോ, താങ്കൾ വേണൂരോട് ഉപയോഗിച്ച ഭാഷയോട് താങ്കൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഞ്ചമുച്ചോടൊക്കെ ഇരിക്കണം. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ അവസരമാണ്, മനസ്സിലായോ? എന്റെ അവസരമാണ്. താങ്കൾ ഞാൻ എന്ത് പറയണോ നീ അല്ല തീരുമാനിക്കുന്നേ. കുറെ നേരമല്ല തുടങ്ങിയിട്ട്. എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്, എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. താങ്കളോട് മര്യാദ വിളിപ്പിക്കരുത്.
ഈ മര്യാദ എന്ന് അപ്പോ പറയുന്ന ഞാൻ യുവരാജ് വിളിപ്പിച്ചാൽ തിരിച്ച് അല്ലല്ല വിളിക്കും. യുവരാജ് ഈ അത്രേ മര്യാദ ഉള്ളൂ. എന്ന് പറയുന്ന സംസാരിക്കാൻ ഒരാളോട് എനിക്ക് കാണിക്കുക അതില് ഒരാളോട് വേറെ കാണിക്കാതിരിക്കുക പ്രശ്നമൊന്നും അങ്ങനെയല്ല. വിളിച്ചാൽ തിരിച്ച് മര്യാദ വിളിക്കാൻ എന്ന് പോകുന്നത് പറയുന്നതിന്റെ വിചാരിക്കരുത് കേട്ടോ. മര്യാദ എന്ന് പറയുന്നതിന്റെ നിർവചനം വിവരമുള്ള അങ്ങ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ശരി, ജ്യോതി. യുവരാജെ ഞാനാ തീരുമാനിക്കുന്നതല്ല, നീയല്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരും. നേരമായാലും തുടങ്ങിയിട്ട് ഒന്ന് ഒതുങ്ങ്. ഓണമല്ലേ? ശരിയെടാ, നീ പറഞ്ഞോടാ. ഇതെന്ത് ആങ്കറുമാണ്, ഗസ്റ്റുമാണ്, എല്ലാമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചില സമയത്ത് ആങ്കറാണ് എന്ന് പഠിപ്പിച്ചു തരൂ. താങ്കൾ വിവരക്ക രൂപത്തിൽ സംസാരിക്കണം എന്ന് അങ്ങ് നിർദ്ദേശിക്കും. ഇനി അവതാരകൻ എങ്ങനെ പെരുമാറണമെന്ന് അങ്ങ് നിർദ്ദേശിക്കും. അത് കൈവച്ചാൽ മതി. യുവരാജിനെ നിർത്ത. ജ്യോതി പറയട്ടെ. യുവരാജ് ആയിരുന്നു RSSന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവര് ADGP രഹസ്യമായി കണ്ടത്. അത് രഹസ്യ കൂടിക്കാഴ്ച ആയിരുന്നല്ലോ. രഹസ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇതുവരെ പറയില്ലായിരുന്നല്ലോ. അതിനെന്തായിരുന്നു മറുപടി? ഒറ്റ മറുപടി ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല. അതല്ല പ്രകാശ് ജാവ്ദേക്കർ കണ്ടത്. അതിനെക്കുറിച്ച് ഒറ്റ അക്ഷരം പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പോയിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കാരണവശാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഫോട്ടോ സഹിതം പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ ചോദിക്കുന്നു, എന്താ ഇഫ്താർ പാർട്ടിക്ക് പോയി? ഇഫ്താർ പാർട്ടിക്ക് പോകുന്നവരാണോ പ്രധാനമന്ത്രിയും പിന്നെ ചീഫ് ജസ്റ്റിസ് മാത്രം അദ്ദേഹത്തിന്റെ വീട്ടിൽ പൂജ നടത്തുന്നത്? അവിടെയാണ് പ്രശ്നം. കേട്ടല്ലോ അല്ലേ? അതായത് ചാമക്കാല പറഞ്ഞ സമയത്ത് ഈ യുവരാജ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം പറഞ്ഞത് എന്നാ നീ പറയടാ. സത്യത്തിൽ ഇവർക്കൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കിയെടുക്കാം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവാണ് എന്ന നിലയിൽ ആരുടെയും നെഞ്ചത്തേക്ക് ഉരുണ്ട് കയറാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ പൊട്ടന്മാർ ഇത് കേരളമാണ് എന്നുകൂടെ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി എല്ലാ മേഖലയിലും പിടിമുറുക്കി വെച്ചിരിക്കുന്നു. കാരണം നമ്മളെല്ലാം അവസാനമായി കാണുന്ന പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി എന്ന് പറയുന്ന ആ ഒരു ഇത് നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ട ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രിയുമായിട്ട് ഈ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവിടെ പൂജയിൽ പങ്കെടുത്തു എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചായിരുന്നു ഇതിനകത്ത് നടന്നിട്ടുള്ള ഒരു ചർച്ച. ആ ചർച്ചയുടെ അവസാനം വന്നിട്ടുള്ള വാക്കുകളെല്ലാം നമുക്കറിയാം. കാരണം നമ്മൾ ഇനി എവിടെയാണ് പോയി നിൽക്കേണ്ടത്, നമ്മൾ എന്തിനാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വലിയൊരു ചോദ്യചിഹ്നം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം ഇന്ന് രാജ്യത്ത് RSS എന്ന് പറയുന്ന ഏറ്റവും വലിയ വർഗീയ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാര് നമ്മൾ അഭയം പ്രാപിക്കേണ്ട ആൾക്കാർ ഇവരെ പോയി കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയാണ് ഉണർത്തുന്നത്. ആ ആശങ്കയെ കുറിച്ചിട്ടാണ് ഇതിനകത്തുള്ള ഈ ചർച്ചകൾ വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള മൊടന്തൻ മറുപടിയുമായിട്ട് ഇതുപോലുള്ള ചില ഊളകൾ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് മറുപടി കൊടുക്കുന്നത്. എന്തായാലും എൻ്റെ കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ കാണുകയും കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് എന്റർടൈൻമെന്റ്.